അങ്ങനെ നമ്മുടെ ആദർശേട്ടൻ തിരിച്ച് കോഴിക്കോട് പോകാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വെള്ളം കുപ്പിയൊക്കെ കാറിലുണ്ടായിരുന്നു, അത് എടുത്തിട്ടേക്ക് തന്നിട്ടു. അപ്പോൾ നമ്മുടെ ആമിക്കുട്ടി എനിക്ക് ടാറ്റ പറയാം. പിന്നെ അർജു പോകുന്ന വഴിക്കിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. പിന്നെ അന്ന് വൈകിട്ട് ചേച്ചിയും തേജപ്പനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ കുറേ നാളായി ഇവരെ നിൽക്കാൻ വേണ്ടി വിളിക്കുന്നു. അപ്പോഴേക്കും ആദർശേട്ടൻ പോകേണ്ടി വന്നു ഗൈസ്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് അമ്മ ചായക്കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുന്നേ കഴിച്ചുവിട്ടെ രാവിലെ എണീറ്റിട്ട്. പിന്നെ ഇത് നമ്മുടെ മാളുമോ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിക്ക് യൂട്യൂബിൽ വീഡിയോസ് എടുത്തു കൊടുക്കും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ മോക്ക് പൊത്തി നിൽക്കാണ് കേട്ടോ. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞോട്ടെ. ഞാൻ അവളുടെ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. പിന്നെ അവൾ വന്ന് ഞാൻ അവളുടെ ഡ്രസ്സ് ഇടും, അവൾ എൻ്റെ ഡ്രസ്സ് ഇടും, അങ്ങനെയാണല്ലോ. പിന്നെ അവൾ എനിക്ക് കുറച്ച് ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ഛമ്മ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛമ്മ എങ്ങോട്ടോ പോകാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ തേജപ്പന കണ്ടപ്പോൾ കയറിയതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെയും ഫോണിൻ്റെ ക്ലാരിറ്റി നോക്കട്ടെ. എൻ്റെ ഫോണിലെടുക്കുമ്പോൾ ഭയങ്കര ഡിമ്മായിട്ട്, അവളുടെ അച്ഛൻ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ അമ്മ ഒരു മാങ്ങാച്ചാറല്ല മീനച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നൈസായിട്ട് സംഭവം ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ കഴിക്കാറൊന്നുമില്ല. പിന്നെ ഇന്ന് എന്തോ കണ്ടപ്പോൾ അങ്ങനെ എടുത്ത് കഴിച്ചു കേട്ടോ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഉച്ചയായിട്ടോ ടൈം. അങ്ങനെ ഫുഡ് അടിക്ക് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ മാള് വന്നിട്ടുണ്ടായിരുന്നു. അവൾ പ്രൊമോഷൻ്റെ വീഡിയോസ് അവൾക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടി കുളിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളെ വിളിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു. അവൾ എന്തൊക്കെയോ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടി എൻ്റെ ഉണ്ടായിരുന്ന ഒരു മറ്റൊരു മാസ്ക് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിരുന്നു കേട്ടോ. പിന്നെ അത് വെച്ചിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോഴേക്കും അവളുടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വീഡിയോ എടുക്കുക. അപ്പോൾ വേഗം തന്നെ ഉണങ്ങണേക്കാൻ മുന്നേ തന്നെ കുട്ടിക്ക് അത് പറക്കേണ്ടി വന്നു കേട്ടോ. ഒരു വേദനയും ഇല്ല ഇത് പറിക്കുമ്പോൾ. പക്ഷേ പുള്ളിക്കാരി ഒരുപാട് എക്സ്പ്രഷനൊക്കെ ഇട്ടു. പിന്നെ നമ്മുടെ മാമൻ വന്നിട്ടുണ്ട്, തേജപ്പൻ്റെ മാമൻ കുട്ടീനെ വായിക്കാൻ വേണ്ടി പഠിപ്പിക്കുക. അപ്പോൾ ഞാൻ അത് വായിക്കാൻ പറഞ്ഞപ്പോൾ അവനത് എന്താ സംഭവം എന്ന് അറിയുന്നില്ല. അപ്പോൾ ഞാൻ അവനെ വെറുതെ ട്രോളായിരുന്നു കേട്ടോ. അങ്ങനെ വൈകിട്ട് അച്ഛൻ ചായക്കടയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.